അത്തപ്പൂക്കളത്തിൻ്റെ ആദ്യ ഘട്ടം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഗിഫ്റ്റ് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചു അത് മേടിക്കാൻ പോയിട്ട് തുള്ളിച്ചാടി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ സദ്യത റെഡി. നിൽക്കുന്ന ചെടിയുടെ ഇലയെല്ലാം കൂടെ കൂട്ടി തുന്നി ഒരു കൂടുണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കണ്ടോ. ഹായ്, 1, 2, 3 ബ്ലോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ചെറിയ ഒരു രീതിയിൽ ഓണം ഒന്ന് ആഘോഷിക്കാൻ പോകുന്ന ഭാഗമാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത അതേ സ്ഥലത്ത് തന്നെയാണ്. ഇന്ന് ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം അല്ലേ. വീട്ടിൽ ചെന്ന് ഇന്ന് ഓണം ഒന്ന് ആഘോഷിക്കണം. വലിയ വമ്പൻ ഓണാഘോഷമൊന്നുമല്ല, ചെറിയ രീതി. അപ്പം ഞങ്ങളിത് പുതിയ ഡ്രസ്സാണ്, ഓണക്കോടിയൊക്കെ കൊടുത്താണ് നിൽക്കുന്നത്. ഇന്ന് രണ്ടുപേരും രാവിലെ കുളിച്ചു, ഇനി ഒന്ന് അത്തപ്പൂ ഇടണം അല്ലേ. അങ്ങനെ തകർപ്പൻ പരിപാടിയൊക്കെ ആയിട്ട് ഇന്ന് ഇവിടെ കൂടുവാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ടെൻറ്റ് വെച്ചിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ അകത്ത് നോക്കിയേ ആമ്പൽപ്പൂക്കൾ. അത് ഇന്നലത്തെ മഴയിൽ തകർന്ന് നിൽക്കുക. അമ്മാതിരി വലിയ മഴയായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് പുഴയും കാണാം കേട്ടോ. ഭയങ്കരമായിട്ട് കലങ്ങി മറിഞ്ഞ് തകർത്തൊഴുകുന്നു. അത്തപ്പൂ ഇടാൻ വേണ്ടി നിഷ തകൃതിയായിട്ട് പൂ പറിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല മഴയും കേട്ടോ ആ സമയത്ത്. നോക്കിയേ, കിട്ടിയാ വേണ്ട, നല്ല കിടിലൻ പൂക്കള്. ഇന്നലെ മഴയത്ത് കൂടിയ വെള്ളം കേട്ടോ ഇത്ര. ഇതിന് മുകളിലേക്ക് വലിയ കാര്യമായിട്ട് വെള്ളം ഉയരുകയല്ലോ ഇവിടെ. ഇത് പുഴ, ഇതാണ് നമ്മുടെ ടെൻ്റ് ഇരിക്കുന്നത്. ഒത്തിരി മാറിയായിരിക്കുന്നത് പുഴയെന്ന്. നിഷ കുക്കിങ്ങിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൂവൊക്കെ പറിച്ചുകൊണ്ട് നടക്കുന്നു. ആദ്യം എന്നാ ചെയ്യുന്നത്? ആദ്യം നമുക്ക് പായസം വെക്കാം. പായസത്തിന്റെ അരി ഞാൻ കഴുകിയെടുത്ത് അത് തേങ്ങ വെച്ചിട്ട് അത്തപ്പൂ ഇടാം. അപ്പം പായസം അവിടെ നിന്ന് വെന്തോളും, അത്തപ്പൂ ഇവിടെ റെഡിയാവും. എന്നിട്ട് പിന്നെ കറിയുടെ പണി നോക്കാം. ഇതാട്ടോ അരി. അത്തപ്പൂ ഇടാൻ വേണ്ടി ബോൾസ് പറിക്കാട്ടെ. ഈ ആറ്റുതീരത്തോടുള്ള ഒരു ബോൾസ് ആട്ടോ അത്. അപ്പം നമുക്ക് പൂ ഇച്ചിരിയേ കിട്ടുള്ളൂ. അപ്പം അതും കൂടെ പറിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വന്നതാണ്. അപ്പം നല്ല തെന്നപ്പാറയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. ഞാൻ ഈ സൈഡിൽ നിന്നേ ഉള്ളൂ. എന്നിട്ട് പുള്ളി അവിടെ കയറി ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞാണ്ട് പറിക്കുകയാണ്. സൂക്ഷിന്ന് പറയണം കേട്ടോ. ഞാൻ കുറേ പൂ പറിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിഷയ്ക്ക് കൊതി മൂത്ത് നിഷയും പറിക്കുന്നു കുറേ പൂ. പടപടാന്നും പറഞ്ഞാ നിഷ പറിക്കണേ. ഞങ്ങളങ്ങനെ പൂക്കളൊക്കെ പറിച്ച് ദേ ടെൻറ്റിലെത്തി കേട്ടോ. പൂ കാണിച്ചേ, കണ്ടോ ബോൾസത്തിൻ്റെ പൂ. അടുത്തത് പായസത്തിൻ്റെ അകത്ത് ഇടാൻ വേണ്ടി ഇതേ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപയർ പരിപ്പ് അത്തപ്പൂക്കളത്തിൻ്റെ ആദ്യ ഘട്ടം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നിഷയാട്ടോ അംഗം. നിഷ ചറപറ പൂക്കൾ വാരി വാരി വെച്ചോണ്ടിരിക്കുക അല്ലേ നിഷ?
അങ്ങനെ നമ്മുടെ ആദ്യ റൗണ്ട് ഒപ്പിച്ചു കേട്ടോ. നമ്മുടെ അത്തപ്പൂക്കളം അങ്ങനെ റെഡിയായി കേട്ടോ. വലിയ ഭംഗിയുള്ള എന്നാലും അത്യാവശ്യം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അങ്ങ് ഒപ്പിച്ച്. ഇവിടെ നിന്നുള്ള പൂക്കൾ മാത്രമേ ഉണ്ട്, വേറെ ഉണ്ട്. ആ ഒരു പൂ കൊണ്ടുവന്നതല്ലേ? ഈ പൂ മാത്രം. അതാ മോളിൽ നിന്ന് കുറച്ചൊന്നും, ബാക്കി മൊത്തം പറമ്പിൽ കൂടെ ഉള്ളത് തന്നെയാ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? തേങ്ങാപ്പാൽ പിഴിയുന്ന ഭാഗമാണ് പായസത്തിനുള്ള. ഇത് കണ്ടോ? അങ്ങനെ വെന്തു വന്ന അരിക്കകത്തേക്കും നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തു. നമ്മൾ കുറച്ച് തേങ്ങാപ്പാലിൽ കൂടുതൽ വെള്ളം ചേർത്താട്ട് അരിയൊക്കെ വേവിച്ചത്. ശർക്കരപ്പാനി ഒഴിക്കുവാണ് പായസത്തിൻ്റെ അകത്തേക്ക്. ഉരുകി തീർന്നില്ലേ? 2 പേർക്കുള്ള പായസം ഉണ്ടാക്കി ഇപ്പൊ പാത്രം തികയാതെ വരുമെന്നാണ് തോന്നുന്നത്. ചുക്കുപൊടി ഇടുവാണേ, കുറച്ച് ചുക്കുപൊടി ഇടും. പിന്നെ ഇത് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ്. ഇനി എന്തെങ്കിലും ഇടാനുണ്ടോ? ഇനി വറുത്തിടാനുള്ള സാധനങ്ങളേ ഉള്ളൂ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ 1-ാം പാലും കൂടെ ഒഴിക്കൂട്ടോ. ഇത്രയും സാധനങ്ങൾ നമ്മൾ നെയ്ക്കകത്ത് വറുത്തിടും. അതോടുകൂടി നമ്മുടെ പായസം റെഡിയാവും. ഇതെല്ലാം റെഡിയായി, പായസം റെഡിയായി. ഇനി ഇതും കൂടെ വറുത്തിട്ടാച്ചാൽ മതി. കടല, ഉണക്കമുന്തിരി, കശുവണ്ടിപ്പരിപ്പ്, തേങ്ങാക്കൊത്ത് ഇത്ര നെയ്യിൽ വറുത്തിടും. എല്ലാം വറുത്ത് ഇടുന്ന ഭാഗമാണ്. ഇതോടുകൂടി പായസം റെഡിയായിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ചോറും നമ്മുടെ റെഡിയായിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ചോറ് റെഡിയായിരിക്കുന്ന എന്താ? നല്ല ചൂട്. നല്ല കിടിലൻ പായസം. ഇഷ്ടംപോലെ കടിക്കാനുള്ളതുണ്ട്. ഇനിയുള്ള അടുത്ത പരിപാടി എന്നാ? കറിവെപ്പ്. അതെ, പായസം ആദ്യം അങ്ങ് വെച്ചു, ഇനി കറി വെക്കണം. നല്ല മഴയ്ക്കുള്ള മഴക്കാറ് കയറി വരുന്ന ഭാഗം കേട്ടോ. ഭയങ്കര മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. മോരുകറിയാണ് ആദ്യം വെക്കുന്ന കറി ഇന്ന് അല്ലേ? കണ്ടോ മഴ? കണ്ടോ പുറത്ത് നല്ല മഴ. ടെൻറ്റിന് പുറത്തോട്ട് ഇറങ്ങത്തില്ലാത്ത അവസ്ഥ. അങ്ങനെ മോരുകറി റെഡിയായി കേട്ടോ. ഇനി അടുത്ത കറി വെച്ചാൽ മതി. അടുത്തത് അവിയൽ വയ്ക്കാനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുന്നു കേട്ടോ.
അവിയൽ വയ്ക്കാൻ ആവശ്യമായ പച്ചക്കറികളെല്ലാം. അടുത്ത ഒരു അവിയലാണ് വയ്ക്കുന്നത്. പുതിയ സഹായിനെ കിട്ടി കുക്കിങ്ങിന്. ഇതാകുമ്പോൾ എളുപ്പമാണല്ലോ. പയറ് മുറിക്കൽ. കൈയൊന്നും മുറിച്ചാക്കില്ലട്ടാ. അവിയലിനുള്ള അരപ്പാണ്. അവിയൽ തൈര് ഒഴിക്കണേ. അവിയലും അങ്ങനെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. വെളിച്ചെണ്ണ, കറിവേപ്പില നമ്മൾ തട്ടിപ്പൊത്തി വെക്കും. അതോടുകൂടി റെഡിയായി. എന്നിട്ട് ഇച്ചിരി കഴിയുമ്പോൾ ഇടയ്ക്ക് എടുത്ത് ഇളക്കിയിടും. തീർന്നു പണി. അടുത്ത കറി എന്നാണ് പക്ഷേ? അച്ചിങ്ങ മെഴുക്ക് വരട്ടെ. അതും കൂടെ കഴിയുമ്പോൾ കഴിയുമോ? ഇല്ല, പിന്നെ ഉണ്ടോ? മെഴുക്ക് വരട്ടിയും അങ്ങനെ റെഡിയായി കേട്ടോ. ഇനി പപ്പടം എന്തോ വറുത്താൽ മതി അല്ലേ? പപ്പടം കൂടെ വറുത്താൽ മതി. നമുക്കൊരു ഗിഫ്റ്റ് കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. ഇച്ചു അത് മേടിക്കാൻ പോയിട്ട് തുള്ളിച്ചാടി വരുന്നുണ്ട്. എന്താ സാധനം എന്നറിയത്തില്ല. നമ്മളിനി ചോറിനാൻ പോവുക. ചോറിന് കഴിഞ്ഞിട്ട് അത് ഓപ്പണായിട്ട് നോക്കാം. അതുപോലെ ഇച്ചുവേ ചോറിനിട്ട് ഓപ്പണാക്കി വെച്ച പോരെ? വിശന്ന് തുടങ്ങി. ആദ്യം വിശപ്പിനുള്ളതും എല്ലാം കഴിയും. അങ്ങനെ പാചകവും എല്ലാ അംഗവും കഴിഞ്ഞ് നിഷ മടുത്തു പോയി കേട്ടോ. പാവം, ഞാനും കുറച്ചൊക്കെ സഹായിച്ചു കേട്ടോ. തീ കത്തില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇനി ഭക്ഷണം കഴിച്ചാലാ? മടുത്തില്ലേ? ഞാനും വിശന്ന് ഇത്തിരി നേരം റെസ്റ്റ് എടുക്കും. അങ്ങനെ ഞങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ സദ്യത റെഡി. മോരുകറി, പപ്പടം, പയറ് മെഴുക്ക് പുരട്ടി, അവിയൽ, അച്ചാറ്, പിന്നെ കാവറുത്തത്, പിന്നെ അതിൻ്റെ പേരിന് അത് തന്നെ ശർക്കര വരട്ടി, പിന്നെ ഇത് പായസം. കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ. ഹാപ്പി ഓണം. ഞങ്ങള് അപ്പം ഇതൊന്ന് കഴിക്കട്ടെ. നന്നായിട്ട് വിശന്നായിരുന്നു. മോരുകറി അടിപൊളി. മോരുകറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അവിയൽ നോക്കട്ടെ. അവിയൽ അവിയൽ സൂപ്പർ കേട്ടോ. വിശന്നായിരുന്നോ? വയറ് നിറയെ കഴിച്ചു. ഇനി അടുത്ത് പായസം ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ.
അടിപൊളി പായസം. ഓ, അടിപൊളി, സൂപ്പർ. പിന്നെ പായസം കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയത് കേട്ടോ. അരി ഇട്ടപ്പോൾ അളവ് അങ്ങ് പെശകി, അതുകൊണ്ട് ഇച്ചിരി കൂടുതലായിപ്പോയി. അതുകൊണ്ട് എന്നെ നേരെ ചേച്ചിയുടെ വീട്ടിലേക്ക് കൊടുത്തു. അത് വീട്ടിലാകുമ്പോൾ നമുക്ക് അളവ് ഗ്ലാസ് ഉണ്ട്, അത് വെച്ചെടുക്കണം. ഇവിടെ ഇപ്പം അതില്ലായിരുന്നു. മഴയിലൊരു ഊഹക്കണക്ക് വെച്ചുണ്ടാക്കിയതാ, കൂടിപ്പോയി. പക്ഷെ പായസം സൂപ്പറാട്ടോ. പായസം പായസം മറിയാതെ കൊണ്ടുപോകണം കേട്ടോ. നിഷ ചേച്ചിയുടെ വീട്ടിലേക്ക് പായസം സാധനങ്ങളൊക്കെ ആയിട്ട് പയ്യെ കയറി പോവാം. കുറേ സാധനങ്ങളൊക്കെ ആയിട്ട്. നാളെ രാവിലെ നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോകാനുള്ളതല്ലേ. ഈ മല കയറി മണ്ടയ്ക്ക് ചെല്ലണം കേട്ടോ. നിഷ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയ സമയത്ത് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അതേ കണ്ടതാ ചെറിയൊരു കൂണ്. നല്ല കൂണാട്ടോ ഇത്, നല്ല കൂണാ. കേടായോന്ന് ചെക്ക് ചെയ്യണം. രാവിലെയൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ ഇതിൽ, ഭയങ്കര വെള്ളമായിരുന്നു. ഇപ്പം കുറഞ്ഞതാ, ഭയങ്കര കട്ടക്കലക്കൽ വെള്ളമായിരുന്നു. ഇപ്പം വെള്ളം അത്യാവശ്യം ഒന്ന് തെളിയുകയും ചെയ്തു, വെള്ളം കുറയുകയും ചെയ്തു. ഇവിടുന്ന് കേട്ടോ കഴിഞ്ഞ ദിവസം നമുക്ക് ആ വലിയ മീൻ കിട്ടിയ ആ വെള്ളത്തിലൊരു കമ്പ് കിടക്കുന്നുണ്ടോ, അതിൻ്റെ അവിടുന്ന് നോക്കിയേ വെള്ളം ഒഴുകി വരുന്ന, പല സ്ഥലത്തൂടെ ഇപ്പോൾ ഒഴുകി വരുന്ന. നല്ല മഴയായിരുന്നുകൊണ്ടോ കേട്ടോ. കണ്ടോ അന്തരീക്ഷം നോക്കി, ഭയങ്കര മഴക്കാറാ. വെള്ളത്തിൻ്റെ ഒഴുക്കും സ്പീഡും കണ്ടു കഴിഞ്ഞാൽ ഉണ്ടോ പേടിയാവും. ഇവിടെ നിന്ന് നനയും കേട്ടോ. ആ വെള്ളം സ്പ്രേ ചെയ്ത് വരുന്ന പോലെ നമ്മുടെ മേത്തേക്കാണ് തന്നെ കാറ്റടിച്ച്. ഇവിടെയൊക്കെ ചൂണ്ടയിട്ടാൽ ഉണ്ടല്ലോ ഒരൊറ്റ മീൻ കിട്ടൂല, അമ്മാതിരി ഒഴുക്കാം. ഇന്ന് മീൻ പിടിക്കാത്തത് നമ്മൾ ഓണസദ്യ ഉണ്ടാക്കിയ ദിവസം ആയതുകൊണ്ടാണ് കേട്ടോ. ഇന്ന് ഓണമൊന്നും ആയിട്ടില്ല, പക്ഷേ ഈ വീഡിയോ വരുന്നത് ഓണത്തിനേ വരുള്ളൂ. പുഴയൊക്കെ പോയി നോക്കിയിട്ട് ഞാൻ പയ്യെ ടെൻറ്റിലേക്ക് തിരിച്ച് നടക്കുക. നിഷ മിക്കവാറും തിരിച്ച് വന്നിട്ടുണ്ടാവും. ഇതിലെല്ലാം വെള്ളം കയറി ഒഴുകിയതാണ് കേട്ടോ. അതാണ് ഈ വേസ്റ്റ് കിടക്കുന്നത്. ഈ ഭാഗത്തെല്ലാം വെള്ളം കയറി ഒഴുകിയതാണ്. അങ്ങനെ ഞാൻ തിരിച്ച് ടെൻറ്റിൻ്റെ അടുത്തെത്തി. നിഷ വന്നിട്ടില്ല, ഇപ്പോൾ ഉടനെ വരുമായിരിക്കും. കണ്ടോ നമ്മുടെ അത്തപ്പൂ അങ്ങനെ ഇരിപ്പുണ്ട് കണ്ടോ. നല്ല പോലെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഞങ്ങൾ ടെൻറ്റിൻ്റെ അകത്ത് ലൈറ്റ് ഇട്ടു. നോക്കിയേ, ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ആ കൊറിയർ ഒന്ന് പൊട്ടിച്ച് നോക്കാൻ പോവുക കേട്ടോ.
അത് USA എന്നുള്ള ശോഭ ലതീഷ് അവരയച്ചു തന്നതാണ്. അയച്ചു തന്നെയാണ്. ഗിഫ്റ്റ് തന്ന അവർക്ക് വലിയ താങ്ക് യു കേട്ടോ. എന്നാ ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ. ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാട്ടോ ഗിഫ്റ്റായിട്ട് കിട്ടിയേക്കുന്നേ. ഇത് കവറിൻ്റെ അകത്താ. ഇത് വീർപ്പിക്കുന്നതാണ്. എയർബഡ്. താങ്ക് യു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇത് അയച്ചു തന്ന അവർക്ക് വലിയ താങ്ക് യു കേട്ടോ. മണമുണ്ടോ? നല്ല ഉത്തമണം. അങ്ങനെ ഓണത്തിന് ഇത്തവണ ഗിഫ്റ്റും കിട്ടി. ഓണം ഗിഫ്റ്റ്. വീർപ്പിച്ച് നോക്കണ്ടേ? ഇപ്പൊ വേണ്ട, കിടക്കാൻ നേരത്താണ് അല്ലേ? ബെഡ് ഞങ്ങൾ അങ്ങനെ കാറ്റ് ഊതി നിറച്ച് സെറ്റ് ചെയ്തു കേട്ടോ. നല്ല സൂപ്പർ ബെഡാണ്. ഇതിലേക്കൂടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഊതി നിറച്ച്. നിഷ ഒന്ന് കയറിയിരുന്നു നോക്കിയേ. നിഷ ബെഡിൻ്റെ പുറത്ത് കയറി ഇരിപ്പ് തുടങ്ങി കേട്ടോ. നല്ല സെറ്റപ്പാന്നാണ് പറയണേ അല്ലേ? നല്ല സൂപ്പർ ബെഡ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അപ്പം ബെഡ് തന്ന അവർക്ക് ബിഗ് താങ്ക് യു കേട്ടോ. ഇച്ചുവിന് വിശക്കുമെന്നും പറഞ്ഞുകൊണ്ട് രാത്രിയായിട്ടാ ചോറിന് വേണേ. ഞാനിന്ന് അത്താഴം വേണ്ട, പായസം മതിയെന്ന് വെച്ചു. ഇച്ചുവിന് ഗുളിയൊക്കെ കഴിക്കാനുള്ളതുകൊണ്ട് പുള്ളി ചോറ് വെച്ചു. ചോറാണിന്ന് ഉച്ചത്തെ സദ്യ തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ടെന്നിൻ്റെ അകത്ത് കയറി കേട്ടോ. പുതിയ ബെഡിലാണ് ഇന്ന് കിടക്കുന്നത്. എങ്ങനെ ആവും എന്നൊന്നും അറിയത്തില്ല. നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ സാധ്യതയുണ്ട്. പോത്ത് പോലെ കിടന്നുറങ്ങിയാലും പ്രശ്നമാണ്. മഴയാണല്ലോ, നല്ല മഴയാണ്. എന്തായാലും ശ്രദ്ധ വേണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അതെ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക. കൂട്ടത്തിൽ ഓരോ ഹൈപ്പും ചെയ്തു. അപ്പം ഇനി ഇച്ചിരി നേരം കിടന്ന് ഉറങ്ങട്ടെ. നല്ല മഴയുണ്ട് പുറത്ത്. പക്ഷെ നല്ല തണുപ്പുണ്ട്. ടെന്റ് അടച്ചു കഴിയുമ്പോഴത്തേക്ക് ചൂടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെ കുറച്ചായിരുന്നു, ഇന്നലെ തണുപ്പുണ്ടായിരുന്നു. അപ്പം ഇനി രാവിലെ കാണാം.
പാതിരാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതേ ടെൻറ്റിൻ്റെ അകത്തൂടെ ഒരു മിന്നാമിനും കിടക്കുന്നു. ടെൻറ്റിൻ്റെ അകത്തൂടെ അല്ല, പുറത്തൂടെ. അതിലേക്ക് നോക്കിയിരുന്നപ്പോൾ നല്ല ഭംഗി. ഞാൻ പാതിരാത്രി ആയപ്പോൾ ചാടി എഴുന്നേറ്റു കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. നല്ല മഴയായിരുന്നല്ലോ, അപ്പം പുഴയിൽ വെള്ളം പൊങ്ങുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒന്ന് എഴുന്നേറ്റാ. പക്ഷെ നല്ല ഉറക്കമാണ്, നല്ല ഉറക്കം. നമുക്ക് ശ്രദ്ധ വേണമല്ലോ. അപ്പോൾ ഇനി വീണ്ടും കിടന്നുറങ്ങാൻ പോവാം കുറച്ച് നേരം. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നേരെയൊക്കെ വെളുത്തു. രാവിലെ നമ്മൾ എണീറ്റിട്ടോ. എണീറ്റിട്ട് ഇങ്ങനെ ഞാൻ ചുമ്മാ പുറത്തിറങ്ങിയിരിക്കുമായിരുന്നു. പുഴയിൽ നല്ല വെള്ളമൊക്കെ ആയി. ഇച്ചതേ നല്ല സുഖം അടിച്ച് കിടന്ന് ഉറങ്ങുവാണ്. സാധാരണ എന്നെ രാവിലെ വിളിച്ച് നെവില്ല. ഇന്ന് പുള്ളി നല്ല ഉറക്കമാണ്. വെട്ടി കിടന്നിട്ടാന്ന് തോന്നുന്നു, അറിയത്തില്ല, തണുപ്പ് കൊണ്ടല്ലോ. ചുവേ ചുക്കുഞ്ഞാ. ആ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു? അതെയാ. നിഷ രാവിലെ ചായ ഇടാനുള്ള പരിപാടി, തീയൊക്കെ പിടിപ്പിച്ചു. കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നു, ടെൻ്റ് അഴിക്കുന്നു, സ്ഥലം പിടിക്കുന്നു. നമ്മൾ ഇന്നലെ നന്നായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. പിടിച്ചില്ല, അതിന് മുമ്പ് വാടിക്കളഞ്ഞു. ഇവിടെ മൊത്തം തൊട്ടാവാടി കേട്ടോ. ആഹാ, തൊടുന്നതിന് മുമ്പ് എല്ലാം വാടുക. എന്താ എല്ലാവരും പാടി. തുമ്പിയുടെ വീഡിയോ എടുത്തുകൊണ്ട് നടക്കുന്നത് ഞാനിവിടെ ഒരു സംഗതി കണ്ടു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. ഈ നിൽക്കുന്ന പള്ളകൾ കണ്ടോ? ഈ പള്ളകളിൽ പള്ളയിൽ ഒരു കിളിക്കൂട് ഇരിപ്പുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. വേണ്ട, ഇല കൂട്ടി തുന്നി പിടിപ്പിച്ചേക്കുന്ന കണ്ടോ? അതിൻ്റെ ഫ്രണ്ട് വശത്തുനിന്ന് നമുക്ക് നോക്കാം. ഈ നിൽക്കുന്ന ചെടിയുടെ ഇലയെല്ലാം കൂടെ കൂട്ടി തുന്നി ഒരു കിളിക്കൂടുണ്ടാക്കി വെച്ചേക്കുന്നത് ഇത് കണ്ടോ? നല്ല നനയാതെ നല്ല ഭംഗിക്ക് കൂട് കൂട്ടുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. കണ്ടോ? അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അവർ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെയൊക്കെ ഉണ്ടാക്കി പോട്ടെ. കാട്ടിൽ നിൽക്കുന്ന ചില ചെടികൾക്കുണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ്. ഇത് നോക്കി, ഇത് നല്ല ഭംഗിയൊക്കെ നിൽക്കുന്നതാണ്. ഇത് കണ്ടോ? അതിൻ്റെ പൂക്കൾ നോക്കി. ഒരു ജീരക 4 മുറിക്കുന്നതിലും ചെറുതാണ് അതിൻ്റെ പൂക്കൾ.
ഇവിടെ നിന്ന് മുകളിലത്തെ വെള്ളച്ചാട്ടം കാണാം, താഴത്തെ വെള്ളച്ചാട്ടം കാണാം. ഇത് താഴത്തെ വെള്ളച്ചാട്ടം, അങ്ങ് മോൾ ഭാഗം മുകളിലത്തെ വെള്ളച്ചാട്ടം, മുകളിൽ കരിമ്പൻകുത്ത്. നിഷ പാക്കിങ് തുടങ്ങി കേട്ടോ, നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാനുള്ള പാക്കിങ്. ഇല്ലേ നിഷ? എന്നാ കട്ടൻ ചായ കുടിച്ചാലോ? ആ എന്നാ കട്ടൻ കാപ്പി എങ്കിൽ കട്ടൻ കാപ്പി. എന്നാ കട്ടൻ കാപ്പി കുടിക്കാം. അപ്പം എന്നേരെ അപ്പം ഞങ്ങൾ ഇവിടുന്ന് ടെൻ്റൊക്കെ അടിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ, വീട്ടിലേക്ക്. അതെ, ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കാൻ. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണ ആശംസകൾ. അത് തന്നെ, എല്ലാവരും ഓണം അടിച്ചു പൊളിക്കുക കേട്ടോ, ആഘോഷിക്കുക. എല്ലാവർക്കും ഓണാശംസകൾ. അപ്പം ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ഓണം കഴിയുന്നത് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പം വീണ്ടും കാണുന്നവരെ ഓക്കെ ടേക്ക്. അങ്ങനെ ഞങ്ങൾ ഇവിടം വിട്ട് സ്ഥലം വിടുക കേട്ടോ. ഇവിടെ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. നോക്കിയേ, നല്ല നീറ്റാക്കി, ഒരു പ്ലാസ്റ്റിക് പോലും ഇട്ടിട്ടില്ല. അപ്പോൾ പോട്ടെ.